ഹലോ, എപ്പോ? പിള്ളാച്ചൻ പറമ്പിലോ? എടി ചെറുക്കനെന്തിയെ? അവൻ ആ സൈക്കിളും എടുത്തോണ്ട് അങ്ങോട്ട് പോകുന്നത് കണ്ടു. എന്താണ് പറ്റി? നേരെ കുറെ ആയല്ലോ നീ അതിന്റെ മുമ്പിൽ കുത്തിരിക്കാൻ തുടങ്ങിയിട്ട്. ഇത് വല്ല നടക്കുവോ? മനുഷ്യനാണെങ്കിൽ വിശന്നിട്ടും പാടും. നീ ഇങ്ങനെ തളരല്ലേ? നീ ലൈൻ ഇവിടെ മുട്ടിക്കഴിഞ്ഞപ്പോ നമ്മളാരാ? കോടീശ്വരന്മാർ. ഇത് എന്റെ വായികളൊന്നും കേക്കലട്ടോ. ഈ മാസത്തെ വാടക കൊടുക്കാൻ വെച്ച പൈസ വെച്ചല്ലേ നിന്റെ ഈ മലകയറ്റം. എന്റെ ട്രേഡിങ്ങിനെ വല്ലതും പറഞ്ഞാണല്ലോ. വീട്ടിൽ നിന്നിട്ട് ഒരു ഗുണമില്ല. അപ്പോഴാണ് കുറ്റിയും പറിച്ച് കുറ്റിക്കാട്ടിലോട്ട്. ഇപ്പൊ മാസം 4 ഒരു കിണ്ടി നടന്നിട്ടില്ല. എടാ മാത്തു, ഇപ്പൊ നിന്റെ പ്രശ്നം എന്നാ? ഇന്നത്തെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ നീ പേടിക്കണ്ട. എന്റെ കാട അങ്കിളിനെ ഞാൻ നല്ല സോപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നല്ല പതപ്പിച്ചെടുത്താ മതി. പറ്റിച്ച് വരും മതിയായില്ല. ഓക്കെ, പറ്റിക്കുന്നില്ല. അല്ല അങ്ങനെ പറഞ്ഞ എങ്ങനെ? നമുക്ക് കഞ്ഞി കുടിക്കണ്ടേ? അതാണ് ഒരു വെടിശബ്ദമല്ല കേട്ടത്. അതെ, ഞാനും കേട്ടു. പക്ഷെ വെടിശബ്ദല്ല. അതാ അമ്പലത്തിലെ കാലം കഥന പൊട്ടിച്ചാരിക്കൂടാ. ഈ പട്ടാപ്പാലല്ലേ കഥന. ഈ വന്നേ, നമുക്ക് നോക്കാം. ഞാനൊന്നുമില്ല കണ്ട വീഡിയോ വെച്ചിടാ പറഞ്ഞ. ഈ വന്നാണോ മാത്തു? നോക്കാം. ഇവിടെ നല്ല സൗണ്ട് കേട്ട. എങ്ങാനതൊരു ഒറിജിനൽ നോക്കാണ്. എന്റെ അലിയ ജീവിതത്തിൽ എന്നെ വരെ ഞാൻ ഒറിജിനൽ നോക്കാണ്ടില്ല. വാ നോക്കാം. അങ്ങനത്തെ ഒരു വെയിറ്റും കാര്യങ്ങളും ഇവന്മാരെ ഇപ്പൊ ഇവിടുന്ന് സെറ്റ് ആക്കി തരാം. നോക്കൂ. എന്റെ ഡാഡി ഇതിന് വലിയ നോക്കണ്ടാ. ഇപ്പൊ കണ്ടാ പിള്ളേരെ എങ്ങനെ ഓടിച്ചെന്ന്. എന്തേ കിട്ടിയാ? ഇതാ നീ ഇങ്ങനെ പൊട്ടനാവല്ലോ കേട്ടോ. എടുത്ത് കണ്ടായിരുന്നില്ല പള്ളിപ്പെരുന്നാളിന് വെക്കാൻ നോക്കുന്ന. കർത്താവ്, എന്താണ് ഇത് ഉണ്ടാക്കിയത്? ഞാൻ അപ്പളെ പറഞ്ഞതാ പോണ്ടാന്ന്. ഇനി നമ്മുടെ കയ്യിൽ നിന്ന് കൂട്ടുന്ന ആരെങ്കിലും കണ്ടു കാണും. തമ്പുരാ അറിയാ. തീർന്നു. അല്ലെങ്കിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇനി ഇതിന്റെ പുറകെ എന്ത് കുലുമാലാണ് വരാൻ പോകുന്നത്. എന്നാലും ആ തോക്ക് അവിടെ എങ്ങനെയാ വന്നതെന്നാ? തോക്കല്ലേ, തോക്ക് പ്ലെയിൻ പിടിച്ച് വന്നായിരിക്കടാ. നീ മിണ്ടരുത്, നിനക്കായിരുന്നു സൂക്കേട്. ചിലട ആരാ നോക്കി.
എന്നെ കൊണ്ടൊന്നും പറ്റൂല. നീ അവിടെ ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങളല്ലേ. അതെ, വീട്ടിൽ പോയിട്ട് ചാരനെ വെച്ചാൽ നിന്റെ പേര് പറഞ്ഞാൽ മതി കേട്ടോ. എനിക്ക് വീട്ടിലെ അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. ഈ വയസ്സ് കാലത്ത് അതിനെ കൊണ്ട് നടത്തിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. ഞാൻ തന്നെ തുറന്നോളാം. സണ്ണിച്ചേട്ടനായിരുന്നു. എന്നടാ തുറക്കാൻ ഇത്ര താമസം? എന്നാണ്ട് ഒപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ. ഏയ് അങ്ങനൊന്നുമില്ല. ഞാൻ നിങ്ങളൊന്ന് കാണാൻ വേണ്ടി വന്നായിരുന്നു. ചേട്ടൻ എന്ത് വഴിക്ക്? എടാ ഞാനേ ഒരു സന്തോഷ വാർത്ത അറിയിക്കാനും കൂടിയാ വന്നേ. എടാ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞാൻ തന്നെ സ്ഥാനാർത്ഥി. പ്രഖ്യാപനം നടത്തിയിട്ട് വരുന്ന വഴിയാ. അല്ല അതിനാ നിനക്കൊക്കെ വോട്ടർ ഐ ഡി കാർഡ് വല്ലതും ഉണ്ടോ? അല്ല ഉണ്ടായിട്ട് തന്നെ കാര്യം, നീയൊക്കെ വലിയ ഒരു ഒന്ന് താമസിക്കണാണല്ലോ. എടാ ഒന്നല്ലേ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടൂടെ? ഇതെന്നെ ഈ കാണിച്ചിട്ടേക്കണേ നീയൊക്കെ ഇത്. ഇലക്ഷന് ചേട്ടൻ നിൽക്കണ കാര്യം ഉറപ്പാണോ? എടാ സീറ്റ് വരെ ഉറപ്പിച്ചു. ഈ ഇലക്ഷന് ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ പ്രസിഡന്റ്. ബൈ ദ വേ നീയും ഇവനും അധികം പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നിൽക്കണ്ടേ. അപ്പൊ നിങ്ങളൊന്നും കേട്ടില്ലേ ഇത്? എടാ അതെ, പിള്ളാച്ചമ്പറമ്പിൽ 1-2 വെടി പൊട്ടി. തോക്കാന്നുള്ള കാര്യം ഉറപ്പാ. അമ്മാരെ പോലീസിന്റെ കയ്യിൽ കിട്ടിയ അമ്മാരെ കാര്യം പോക്കാം. അല്ല ചേട്ടാ ഞങ്ങൾക്ക് ഈ തോക്കെങ്ങനെ നാട്യമെന്നാണ് എന്റെ സംശയം. അങ്ങനെ ചോദിച്ചാ കഴിഞ്ഞ ആഴ്ച മുരുക്കൻ തോക്ക് വെച്ചൊരു കൊലപാതകം നടന്നായിരുന്നു. അതും തോക്ക് വെച്ച്. ആരാ കൊന്നതെന്ന് സകല മനുഷ്യർക്കും അറിയാം. പക്ഷേ എടാ അവന്റെ പേര് പറയാൻ തന്നെ പേടിക്കണം. അതാരാ ചേട്ടാ അത്രയും വലിയ അപരാധം? അവതാരം താലിക്ക് ഇപ്പൊ അവന് ഒളിവില. മാഷിയിട്ട് നോക്കിയാൽ പോലും അവനെ കിട്ടില്ല. കഴിഞ്ഞ കുറെ കാലമായിട്ട് ഒത്തിരി പേര് അവനെ പിടിക്കാൻ നോക്കണം. എന്നിട്ടെന്നാ അവനെല്ലാവരും ഉടലോടെ സ്വർഗത്തിലേക്ക് അയച്ചു. അല്ലെ തോക്ക് കാരണം നിന്നും ഉണ്ടായിരുന്നേ, ഞാൻ എല്ലാം പറയാൻ പോവാ. ചേട്ടാ ഞങ്ങൾക്ക് ചേട്ടനോടൊരു കാര്യം പറയാനുണ്ട്. നീയൊക്കെ കളിച്ചാരോടാന്ന് അറിയാവോ? ആ തോക്ക് അവൻ ചെയ്ത കൊലപാതകങ്ങളുടെ ഏറ്റവും വലിയ തെളിവാ. ഇപ്പൊ അവനും ആ തോക്ക് തപ്പി ഇറങ്ങിക്കാണും. എന്തിന്? തെളിവ് നശിപ്പിക്കണ്ടേ? ഏതായാലും ഒരു കാര്യം ഉറപ്പാ, നിങ്ങളുടെ രണ്ടിന്റെ അന്ത്യം താലിക്കിന്റെ അടിയുണ്ട്. എന്റെ പൊന്നി ചേട്ടാ പറഞ്ഞു പേടിപ്പിച്ചത് മതി. ഇനി ഇത് നൂരാനുള്ള വഴി പറഞ്ഞാ. എടാ നിങ്ങൾ മണ്ടന്മാരാണോ അതോ മണ്ടന്മാരായിട്ട് അഭിനയിക്കുന്നതാണോ? സാധാരണ പോലീസിന്റെ കൊടുത്ത താലിക്ക് അറസ്റ്റല്ലേ? ദേ പിന്നെ വേണമെങ്കിൽ കേട്ടോ, കുപ്രസിദ്ധ കുറ്റവാളി താലിക്ക് അറസ്റ്റ്. പൊതുപ്രവർത്തനായ സണ്ണിയും കൂട്ടരും കൈമാറിയ തൊണ്ടിമുതലിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇത് പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ. ചേട്ടാ കേൾക്കാനൊക്കെ നല്ല രസമുണ്ട്, പക്ഷെ തോക്ക് വേണ്ടേ? എടാ തോക്ക് എടാ നീ എല്ലാം പറഞ്ഞത് അവിടെ ഇട്ടേച്ചു വരാം. അയ്യോ ശരിയാണല്ലോ. എടാ അതൊന്നും പറഞ്ഞോണ്ടിരിക്കാണ്ട് എത്രയും പെട്ടെന്ന് പോയി തോക്കെടുത്തോണ്ട് പോടാ. നീ പറ. എന്നാ ചില്ല്. എന്നാ ഞാനും പോട്ടെ. അല്ല ചേട്ടനെ എങ്ങോട്ടാ? അല്ല ഞാനിവിടെ നിന്ന് അന്താക്ഷരി കളിക്കാം. ഉമാരൊക്കെ കയറ്റി താമസിച്ച് ഇനി എന്നെ താലിക്കെടുക്കുവോ? ചേട്ടാ താക്കോല് പിടിച്ചോ. എവിടെ കൊണ്ട് കളഞ്ഞടാ സാമദ്രോഹി. ഈ ഭാഗത്ത് എവിടെയോ ആയിട്ടാണ് ഞാൻ നോക്കി നിൽക്കാണ്ട് തപ്പി എടുക്കടാ. തോക്ക് കാണാനായിട്ട് അവൻ എന്തായിരുന്നു? ഒന്നുമില്ല ഏട്ടാ, ഒരു സാധനം തപ്പുമായിരുന്നു. വേണമെങ്കിൽ ഞാനെങ്കിലും സഹായിക്കാം. വീട്ടിൽ പോയിട്ട് വേറെ പണിയൊന്നുമില്ല. ഓ വേണമെന്നില്ല ഏട്ടാ. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ചെയ്യാവുന്നത്. നിങ്ങൾ നിങ്ങളുടെ പിള്ളേരല്ലേടാ? കിട്ടി സാധനം കിട്ടി. എന്നതാടാ? ഇതാ ഏട്ടാ, ഒരു രൂപയുടെ തൊട്ട്. ഈ ഒരു രൂപയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇത്ര നേരം തപ്പിക്കൊണ്ടിരുന്നത്. നിങ്ങളൊക്കെ തപ്പ് കണ്ട സാമാനം ചാടിപ്പോയില്ല. എന്നാലും ഈ 1-ാം തീയതി എവിടുന്നാണോ സാധനം കിട്ടിയത്? ഞാൻ നോക്കി നിങ്ങൾക്ക് തപ്പടാ. ഒന്ന് എടുക്കടാന്ന്. എടാ ഒരു തവണ കട്ട് ചെയ്താൽ മനസ്സിലാവുള്ളൂ ബിസിയാന്ന്. താലിക്കാണ്. താലിക്കോ? ഹലോ ഹലോ ഹലോ, അതെ ചേട്ടാ ഇവനൊരു കയ്യബദ്ധം പറ്റി.
താനെന്തിനാണോ എന്റെ ഫോണിലേക്ക് വിളിക്കണതിന്? തനിക്കിപ്പോ എന്താണോ വേണ്ടത്? തോക്ക് നീയൊക്കെ ചെന്ന് കളിച്ചു പിടിച്ചില്ലേ, ആ തോക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിങ്ങളെ ശല്യം ചെയ്യില്ല. ചേട്ടാ ഞങ്ങൾ അത് തന്നെയാ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കണേ. വിളിച്ച് ശല്യം ചെയ്തെന്ന് പറഞ്ഞോളൂ. തോക്ക് കിട്ടിയില്ലെങ്കിൽ മാധ്യവും വീട്ടിലമ്മ ഒറ്റയ്ക്കല്ലേ. അമ്മ ചേട്ടാ അമ്മയൊന്നും ചെയ്യല്ലേ ചേട്ടാ. ചേട്ടാ ഭീഷണിപ്പെടുത്തിട്ട് കാര്യമൊന്നുമില്ല, ഞങ്ങൾ അത് തന്നെ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കണേ. വെറുതെ വേണ്ട, പ്രതിഫലമായി ഞാൻ എമൗണ്ട് അങ്ങ് തരും. നിങ്ങൾ ഇപ്പോഴത്തെ ദിവസം നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത എമൗണ്ട്, അതിനേക്കാളുള്ള വിലപിടിപ്പുള്ളതാണ് എനിക്ക് ആ തോക്ക്. സംസാരിച്ചിരിക്കാൻ സമയമില്ല. അഡ്വാൻസ് മണി പഴയ പൂട്ടിപ്പോയ സെന്റ് ജോസഫ് സ്കൂളിൽ വരും. എന്റെ ആളുകൾ നിങ്ങൾക്ക് ചേട്ടൻ അഡ്വാൻസും ഒക്കെ റെഡിയാക്കി വെച്ചോ, തോക്കുമായിട്ട് ഞങ്ങൾ വരും. എടാ ഫോണെടുത്ത് അമ്മേനൊന്ന് വിളിച്ചേ, മനസ്സമാധാനം ഇല്ലല്ലോ. അങ്ങനെയൊക്കെ സാമാനം വീണ്ടും ഇതാണോ നീയൊക്കെ തപ്പിക്കേണ്ട സഹായം? ഇതെവിടുന്നാ കിട്ടിയേ? ചേട്ടാ അതൊന്ന് തന്നേക്കാവോ പ്ലീസ് പ്ലീസ്. നിങ്ങൾക്കൊക്കെ നല്ല പ്രായമുണ്ടല്ലോടാ, ഈ കഴുത്തൊക്കെ വെച്ചിട്ടാ കളിച്ചിട്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നു. താഴേട്ടാ പ്ലീസ്. അത് പെങ്ങളുടെ മോന്റെ തോക്കായിരുന്നു, ഞാൻ കൊണ്ടുപോയി നമുക്ക് അറിയില്ല. പ്ലീസ് എനിക്കൊന്നും വേണ്ടടാ പിള്ളേർ കളിക്കുന്ന ഈ തോക്ക. നീ വല്ല പണിക്കുമ്പോ എന്നെ നോക്കി നിൽക്കുക, തോക്ക് കൊടുക്കാം. എടാ എന്നാ കിട്ടിയത്? കിട്ടിയില്ല അല്ലേടാ മാത്യു. എന്റെ പൊന്നു സണ്ണിച്ചേട്ടാ ഞങ്ങളവിടെ മൊത്തം അരിച്ചു പറിക്കുന്നേ. അങ്ങനെ ഒരു സാധനം അവിടെ ഇല്ലെന്നേ. ഇല്ലെന്നേ. ഇനി അത് വേറെ ആർക്കെങ്കിലും കിട്ടിയോ? ഹലോ എന്തായി? ഹലോ ചേട്ടാ, ചേട്ടൻ പറഞ്ഞ തോക്ക് കിട്ടിയായിരുന്നേ. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ എല്ലാം പെട്ടെന്നായി. എക്സലന്റ്. എങ്കിൽ അതുമായി പറഞ്ഞേട്ടാ, എല്ലായിടത്തും പോലീസ് വന്നിരിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ ഇതിനെ ഭദ്രമായിരിക്കട്ടെ. അല്ല അപ്പൊ ചേട്ടൻ ഒരു അഡ്വാൻസിന്റെ കാര്യം പറഞ്ഞ ഊട്ടിപ്പോയ സെന്റ് ജോസഫ് സ്കൂൾ. ഇനി ഞാൻ പുറത്ത് നിൽക്കുന്ന സാധനത്തിനോട് എന്നാ പറയും? എന്നാ പറയാം, ഇങ്ങോട്ട് വന്നപ്പോ എന്നാണ് പറഞ്ഞത് അത് തന്നെ പറയണം. ആ നോക്കാം. ഇയാൾ വരെ പോയില്ലേ? എടാ നീയൊക്കെ കളിക്കുന്നത് താലിക്കിനോട് വേണ്ടി വന്നാ കൊല്ലുമായിരിക്കും. പിന്നെ താലിക്കല്ല, അവന്റെ അപ്പം വന്നാലും ഞങ്ങൾക്ക് ഒന്നുമില്ല. താഴത്തിലിടും. എടാ എന്റെ സീറ്റന്മാര് പിൻവലിച്ചടാ, നാടിന് വേണ്ടി ഒന്നും ചെയ്തില്ലെന്ന്. ഉള്ളതല്ലേ പറയൂ. ഇനി അയാള് പറഞ്ഞ സ്കൂൾ ഇത് തന്നെയാണോ? നോക്ക്, വെണ്ടക്ക മുടുക്കില് ചോദിച്ചിരിക്കണം. എടാ ഇത് സമയം കുറെ ആയല്ലോ, ഇനി അയാൾ വല്ല ഉടായ്പാണോ? എടാ അങ്ങനെ ഉടായിപ്പായിരുന്നെങ്കിൽ എന്റെ നിന്റെയൊക്കെ പേരെങ്ങനെയാ പുള്ളിക്ക് കിട്ടി? അത് പറഞ്ഞപ്പോഴാ മാത്യു എന്നുള്ള വിളി. ഞാൻ പതറിപ്പോയി. എന്തായാലും ഇതുകൊണ്ടെല്ലാം തീരുമല്ലോ, മാറണം. ഹലോ ചേട്ടാ, ചേട്ടൻ പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ ഉണ്ടായിരുന്നേ. പറഞ്ഞ വാക്കിന് വില വേണം. നീയൊക്കെ ചെന്ന് എനിക്കിട്ട് ഉണ്ടാക്കിയല്ലേ. അയ്യോ ചേട്ടാ, ഞങ്ങൾ എന്നെ ചെയ്യുന്ന ചേട്ടൻ പറഞ്ഞ പോലെ തോക്ക് സേഫ് ആണല്ലോ, പിന്നെന്താ? അതെ ചേട്ടനല്ലേ പറഞ്ഞ് ഞങ്ങളുടെ കൈ വെച്ചാൽ മതി. നിനക്കൊക്കെ ഇപ്പോഴും മനസ്സിലായിട്ടില്ല, നീയൊക്കെ ചേർന്ന് കളിച്ച ആരോടാ. അയ്യോ ചേട്ടാ, ചേട്ടനെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്ന ആട്ടോ ഇതൊക്കെ. പിന്നെ മാറി തോക്ക് പോലീസിന്റെ എത്തിയത് അതുമായിരിക്കും ധരിപ്പിച്ചായിരിക്കൂലേ. ചേട്ടാ ഞങ്ങൾക്ക് അറിയത്തില്ല ഇട്ടതൊന്നും. നിന്റെ അവന്റെ അവസാനം എന്റെ കയ്യിൽ തന്നെയാണ്. ചേട്ടാ എടാ എന്നാലും പോലീസിന്റെ എങ്ങനെ തോക്ക് കിട്ടി? ആർക്കറിയാം. അയ്യോ റൂമിന്റെ സ്പെയർക്ക് നമ്മുടെ സൺചേന്റെ കൊടുത്തായിരുന്നു. ഡാർക്ക് സണ്ണിച്ചേട്ടൻ എന്തോ വോയിസ് അയച്ചിട്ടുണ്ടല്ലോ. മക്കളെ നിങ്ങൾ കാരണം എനിക്ക് പിന്നെ സീറ്റ് കിട്ടിട്ടോ. ആ തോക്ക് ഞാനൊന്ന് എടുത്തായിരുന്നു കേട്ടോ. എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നുടാ എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് അടിപ്പിച്ചത് എന്നെന്ന്. പിന്നെ താലിക്ക് അവന്റെ കാര്യം ഓർത്ത് ഇനി നിങ്ങൾ പേടിക്കണ്ട, അവനെ ഇനി പോലീസ് നോക്കിക്കോളും. പിന്നെ നിങ്ങൾ എവിടെയാ? ഞാൻ ആരോട് വെച്ചിട്ടാണ് തോക്ക് അവിടെ നിന്ന് എടുത്തത്. വേണ്ട വിട്ടേക്ക്.
അയാൾ ഇത് എന്താ തെറ്റുള്ളത്? ശരിക്കും നമ്മളെന്താ ചെയ്ത് ഒരു കുറ്റവാളിയെ രക്ഷിക്കാൻ നോക്കി? സണ്ണിച്ചേട്ടൻ ചെയ്തില്ല ഒരു തെറ്റില്ല. നീ ഇപ്പൊ ഈ നന്മകരം കളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രണ്ടുപേരെ ഷെഡ് ഈർന്ന് എനിക്ക് തോന്നണം. ഇതേ കൂടുതൽ ഇനി എന്ത് വരാനാണ്? അല്ല, അയാൾ ഒരു കൊലപാതകം ചെയ്ത് ഇത്രയും പേടിക്കുന്നുണ്ടെങ്കിൽ നമ്മളെയും കൂടി അയാൾക്ക് കൊല്ലാൻ പറ്റും. നീ പറയുന്നതൊക്കെ ശരിയാ. പക്ഷെ നമ്മളിനി അങ്ങോട്ട് സ്കെച്ചാ. സ്കെച്ച് കോപ്പ്. അയാൾ നമ്മളൊരു ചുക്കും ചെയ്യാൻ പോണില്ല. നീ നോക്കിയോ? എനിക്ക് ഏത് നേരത്താണ് വെടിശബ്ദം കേട്ടിറങ്ങി ഓടാൻ തോന്നിയത്. മയില് അതൊക്കെ വിടറാ. രാവിലെ മുതൽ നമ്മളൊന്നും കഴിച്ചിട്ടില്ല. ഒരു ചായ കുടിച്ചു. വാ. അല്ല, അപ്പൊ ചായ കുടിക്കാനുള്ള ഫണ്ടോ? എന്റെ കാനഡങ്ങൾ അക്കൗണ്ടിലേക്ക് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഞാൻ കാര്യം മറന്നു. അറിയത്ര നല്ല. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്ത, കഴിഞ്ഞ ആഴ്ച കോട്ടയം മുരിക്കുംതോപ്പിൽ വെച്ച് നടന്ന കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നു. കൃത്യത്തിന് ഉപയോഗിച്ച പിസ്റ്റൾ പോലീസ് കണ്ടെത്തി. തദ്ദേശത്തെ പൊതുപ്രവർത്തകനും വ്യാപാരിയുമായ സണ്ണി ചെറിയാനാണ് തോക്ക് കണ്ടെത്തി പോലീസിന് കൈമാറിയത്. പ്രസിദ്ധ ഗുണ്ടാ തലവനും പിടികിട്ടാപ്പുള്ളിയുമായ അഹമ്മദ് താലിക്കാണ് കൃത്യത്തിന് പിന്നിലെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ടിയാനെ കണ്ടുകിട്ടുന്നവർക്ക് 5 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരള പോലീസ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിവരാം. സതീഷ്, ഞാനിപ്പോ നിൽക്കുന്നത് ശ്രീ സണ്ണിച്ചരന്റെ വീട്ടുമുറ്റത്താണ്. ആ സണ്ണിച്ചേട്ടനെ ചെലവ് ചെയ്യാൻ വല്ലതും വിളിക്കണമാണോ? എടാ, നീക്ക് അറിഞ്ഞോ താലിക്ക് നാട്ടിലിറങ്ങി? എന്നെ നിന്നെയൊക്കെ തീർക്കാനെന്ന് പറയട്ടെ. ഞാനിവിടുന്ന് മാറുവാ. നീക്ക് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടും. ഞാൻ ഇവിടുന്ന് മാറുവാ. കൊണ്ട് ഒളിക്കണ്ണ ക്യാമറ വീഴുന്ന സണ്ണിച്ചരൻ എന്താ ഓടി ഒളിക്കുന്നു. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം. താലിക്ക് നമ്മളെ തെറ്റി ഇറങ്ങിയിട്ടുണ്ട്. നീയല്ലേ പറഞ്ഞു താലിക്കൊന്നും ചെയ്യത്തില്ലെന്ന്. ഇപ്പൊ കണ്ടില്ലേ? നമ്മൾ തന്നെ നീ ഇവിടെ നിന്നിട്ടെന്തിനാ? വാ പോവാ. താലിക്ക് എവിടെയോ കണ്ടിട്ടുണ്ട്. താലിക്ക് എന്താടാ? ഒന്നുമില്ലേട്ടാ. ബായി, അവന്മാരുടെ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. ഈ പന്ന മക്കളാ നമുക്കിട്ട് പണിത്. മൈക്കിൾ അവന്മാരെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത്. ചേട്ടൻ പറഞ്ഞ ഞങ്ങൾ തോക്കെടുത്ത് വെച്ചാ, പക്ഷെ ഒരു 4 എടുത്തോണ്ട് പോയി. ചേട്ടാ പ്ലീസ്. അയ്യോ കത്തി. ചേട്ടാ ചേട്ടാ ഇനി ബി പി കൂടി തലക്കോല അടിച്ചാണോ? സാധ്യതയുണ്ട്. ചിലപ്പോൾ ഉച്ചക്കൊന്നും കഴിച്ചാണില്ല. പാവം.
എടോ ഇവന്മാരെ കൊണ്ട് ഒളിക്കണ്ണ ക്യാമറ വീഴുന്ന സണ്ണിച്ചൻ എന്താ ഓടി ഒളിക്കുന്നു. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം. എന്റെ ഡാഡിയുടെ ഇതിന് മുന്നിൽ നോക്കണ്ട. സണ്ണിയല്ലേ വാണമിട്ടാണ് പോണേ. എടാ നിനക്ക് ആ കിളീനെ വെടി വെക്കാൻ പറ്റുമോ? നീ ആ കിളീനെ വെടി വെച്ചാൽ നീ വലിയ സംഭവമാണ്. എന്റെ അച്ഛൻ വേട്ടക്കാരനാ. അപ്പൊ എന്റെ അച്ഛനുള്ള കഴിവൊക്കെ എനിക്കും ഉണ്ട്. ഈ തോക്കെടുത്ത് കളിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ചെറുക്കാ തോക്കേന്ന് വിടറാ. ലോഡ് ചെയ്ത് വെച്ചേക്കണ തോക്കാണോ ചെറുക്കാൻ? വിടറാ വിടറാ. അങ്ങനെ അബദ്ധവശാൽ പൊട്ടിയ തോക്ക് കാരണം താലിക്കിന് ദാരുണാന്ത്യം. ഡോണിക്കും മാത്യുവിനും ഇനി അങ്ങോട്ട് ആരെയും പേടിക്കണ്ട. നാടിനൊന്നുമല്ലായിരുന്ന സണ്ണി നാട്ടുകാരുടെ പ്രിയപ്പെട്ടവനായി നാടിന്റെ പഞ്ചായത്ത് പ്രസിഡന്റായി. ആവശ്യം വന്നാൽ എനിക്കതിൽ ഇടപെടാണ്ടിരിക്കാൻ പറ്റുമോ? പറ്റില്ല. സണ്ണിച്ചേട്ടാ താലിക്ക് മേൽമാർക്ക് കണ്ടോ?